ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ക്ലീനിങ് മോട്ടിവേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ ബെഡ്റൂമും ലിവിങ് റൂമും ഡൈനിങ് ഏരിയയും ആണ് ഇന്ന് ക്ലീൻ ചെയ്യണത്. പ്ലസ് അവിടെ ഇരിക്കുന്ന ക്രിസ്മസ് ഐറ്റംസ് എല്ലാം എടുത്ത് മാറ്റണം. മക്കളുടെ റൂമും കൂടി എനിക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവർ ക്ലാസ്സിൽ പോയിരിക്കുന്ന കാരണം ഞാനൊന്നും അന്നത്തെ ദിവസം ചെയ്തില്ല. കാരണം കുറേ കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ അവിടെ ഇവിടേക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എവിടെ വെക്കേണ്ടതെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാനതൊന്നും ചെയ്യണില്ല. ബാക്കി ഈ 3 റൂമാണ് ഞാനിന്ന് ഒതുക്കണം. അതിനുള്ള നേരെ കിട്ടിയുള്ളൂ. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ വെക്കേഷനും കഴിഞ്ഞു, ഫംഗ്ഷൻസും കഴിഞ്ഞ്, യാത്രയും എല്ലാം കൂടി കഴിഞ്ഞ് വന്നപ്പോൾ എനിക്കിനി വയ്യാണ്ടായി. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും എനിക്ക് ചുമ മാറിയിട്ടേ ഇല്ല. ചുമ ഇപ്പോൾ വന്ന് പെട്ടാൽ മാറിപ്പോവാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് ചുമ വന്നാൽ എല്ലാവരും പെട്ടെന്ന് അതൊന്ന് സൂക്ഷിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. എന്നാൽ ഇതൊക്കെ ചെയ്യാണ്ട് ഇങ്ങനെ പെൻഡിങ് ആയിട്ട് കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു മനസ്സിന് വിഷമം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്ന് ഒതുക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കേർട്ടൻസ് ഒന്ന് മാറ്റാണ്. കാരണം അത് കുറച്ച് നാളായി കേർട്ടൻ എടുക്കണം. അപ്പോൾ അതൊന്നും എടുത്ത് വാഷ് ചെയ്യാൻ, കാരണം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പൊടി വന്നാലും ചുമയും കാര്യമൊക്കെ മാറാനും സമയമെടുക്കും. പിന്നെ റൂമും ഈ പറഞ്ഞ പോലെ ശ്രദ്ധിക്കാത്ത കാരണമൊക്കെ ഒക്കെ തലകുത്തി മറിഞ്ഞ അവസ്ഥയിലാണ്. അപ്പോൾ എനിക്കിതിങ്ങനെ കുറേ ദിവസം കഴിയുമ്പോൾ വയ്യായി ആണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. അതൊക്കെ ഒന്ന് ശരിയാക്കിയിട്ടില്ലെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും റൂമൊക്കെ ഒന്ന് അടിച്ചെടുത്ത് അവിടെ ഉണ്ടായിരുന്ന ഐറ്റംസൊക്കെ ടേബിളുമ്പത്തേക്ക് ഒന്ന് ബേസിക്കായിട്ട് ഒതുക്കി വെച്ചു. പിന്നെ ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എടുത്തൊന്ന് മാറ്റുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ക്ലൈമറ്റിൻ്റെ പ്രത്യേകതയാണ്. തണുപ്പ് ഇങ്ങനെ വരും, അങ്ങനെയൊക്കെ ആയിട്ട് എന്തോ ഒരു പ്രത്യേക ക്ലൈമറ്റ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ചുമ വന്ന് പെട്ടിട്ട് അത് മാറണമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാര്യങ്ങൾ ചെയ്യാനൊരു ഉഷാറില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു എനർജി എനിക്ക് കിട്ടണില്ല. അതുകൊണ്ടാണ് വീഡിയോ അങ്ങനെ ഡിലേ ആയി പോണേ. കുറേ പേര് ചോദിക്കുന്നുണ്ട്, ജനുവരി മാസമായിട്ട് വീഡിയോസ് ഒന്നും വരണില്ലല്ലോ എന്ന്. അപ്പോൾ അതിൻ്റെ റീസൺ ഇതാണ്, ഒരു എനർജി ഇല്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണമൊക്കെ വെച്ച് കഴിഞ്ഞ് അത്യാവശ്യമായിട്ട് ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അത്ര മതിയും തോന്നുക. അത് കഴിഞ്ഞിട്ട് ചെയ്യാനുള്ളൊരു എനർജി അങ്ങോട്ട് കിട്ടണില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ഒതുക്കിയെല്ലാം ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി ഒരു ഉഷാറ് വരുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാനിനി ബെഡ്ഷീറ്റൊക്കെ മാറ്റി സെറ്റാക്കി ഇടാണ്. ഈ ഒരു കോട്ടൻ്റെ റെഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്ന ബെഡ്ഷീറ്റാണ്. ഇത് അധികം വില വരുന്നില്ല, ഒരു 300 രൂപ റേഞ്ചൊക്കെയാണ് ഈ ബെഡ്ഷീറ്റിന് വരണേ. ക്വാളിറ്റി കോട്ടൺ കുഴപ്പമില്ല എന്നുള്ളൂ, ഭയങ്കര സൂപ്പർ ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ തീരെ മോശമല്ല. നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഒരു 5 ഇതുപോലത്തെ മോഡൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് 5ഉം ഏകദേശം ഈ ടൈപ്പ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ മെറ്റീരിയൽ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ അല്ല കേട്ടോ, ഒരിത്തിരി ഹാർഡായിട്ടുള്ള മോഡലൊരു കോട്ടൺ ബെഡ്ഷീറ്റാണ് കേട്ടോ. ജയ്പൂർ കോട്ടൺ എന്ന് തന്നെ പറയാം. അപ്പോൾ സോഫ്റ്റ് കോട്ടൺ ബെഡ്ഷീറ്റ് ആണെങ്കിൽ കുറച്ചുകൂടി വിലയൊക്കെ കൂടുതലായിരിക്കും, പക്ഷെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അത്. ഇത് പക്ഷേ വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ, കുറച്ചൊരു സോഫ്റ്റ്നെസ് കുറവാണെന്ന് മാത്രം. കോട്ടൺ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഷീറ്റെല്ലാം വിരിച്ചൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അത് മാറ്റിയപ്പോൾ തന്നെ റൂമിന് നല്ലൊരു വൈബായി. കാരണം റൂമൊന്ന് വൃത്തിയായപ്പോൾ തന്നെ എൻ്റെ മനസ്സിന് പകുതി അസുഖം കുറഞ്ഞൊരു ഫീലാണ്. എന്നാലും ഇവിടെ അസുഖം കുറഞ്ഞിട്ടില്ലെങ്കിലും മനസ്സിനൊരു സന്തോഷം. എനിക്കങ്ങനെയാണ്. അതൊക്കെ ഒന്ന് സെറ്റായി കിടന്നാൽ തന്നെ പകുതി ആശ്വാസം. എനിക്ക് അത്രത്തോളം റൂം ഇങ്ങനെ അലങ്കോലം ആവണം, അത്രത്തോളം ഇങ്ങനെ വിഷമമാണ്. അയ്യോ ഇത് ഇരട്ടിപ്പണിയാണല്ലോ എന്ന്. ബാക്കി അവർക്ക് അത്ര വലിയ ഫീലില്ല കേട്ടോ. എനിക്ക് മാത്രമാണ് വീട്ടിലിങ്ങനെ ഇതൊക്കെ ഒതുക്കി വെക്കണം, ശരിയാക്കണം എന്നുള്ളൊരിതുള്ളൂ. അതുകൊണ്ടാണ് ബാക്കി ആരും എല്ലാവരും പറയുന്നത് എന്തിനെത്ര ഓവർ കെയർ ചെയ്യണം, അതൊക്കെ അവിടെ കിടന്നോട്ടെ എന്നാണ് പറയണത്. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിൻ്റെ ഒരു സമാധാനത്തിലാണ് ഞാൻ അതൊക്കെ ശരിയാക്കി വെക്കണം. അപ്പോൾ ഞാൻ എന്തായാലും ഇനി ലിവിങ് റൂമിലോട്ട് വന്നിരിക്കുകയാണ്. ക്രിസ്മസിന് വെച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും ഞാൻ എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ റൂമൊക്കെ ഒന്ന് ശ്വാസം വലിക്കട്ടെ. ഈ സാധനങ്ങളൊക്കെ പോയി കഴിയുമ്പോൾ റൂമൊക്കെ ഒന്ന് ശരിയാവും. കാരണം സംഭവം നമ്മൾ ഫസ്റ്റിൽ വെച്ചപ്പോൾ നല്ല രസമായിരുന്നെങ്കിലും കുറേ ദിവസം കഴിയും തോറും എനിക്കെന്തോ ഇതൊക്കെ ഇരിക്കണതാണ് ഒരു ബോറടിയാണ് കുറേ കഴിയുമ്പോഴേ. അപ്പോൾ ഇതൊക്കെ എടുത്ത് മാറ്റണം. കാരണം ക്രിസ്മസ് കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞിട്ട് പിന്നെയും ഇതെല്ലാം അങ്ങനെ വെക്കുന്നത് രസമില്ല. ആ സമയത്ത് മാത്രം വെക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ ഞാൻ എന്തായാലും എല്ലാ ഐറ്റംസും എടുത്ത് ഒക്കെ മാറ്റി ഇനി ഞാൻ ഇതെല്ലാം ഇനി നമ്മളൊരു ബാഗിലാണ് ഇത് ഒതുക്കി വെക്കാറ്. ഇതെല്ലാം പാക്ക് ചെയ്ത് അടുത്ത വർഷത്തേക്ക് വേണ്ടി സെറ്റാക്കി വെക്കുകയാണ്. അടുത്ത വർഷം നമുക്കിതൊക്കെ എടുക്കണം. അപ്പോൾ അതിൽ തുണികൾ നമ്മൾ ഉപയോഗിച്ച്, അതായത് കുഷ്യൻ കവേഴ്സ്, പിന്നെ ടേബിൾ ക്ലോത്ത്, ചെയർ കവർ, ഇതെല്ലാം വാഷ് ചെയ്തിട്ടാണ് എടുത്ത് വെക്കുന്നത്. ഡെക്കറേഷൻ ഐറ്റംസൊക്കെ നമുക്ക് പാക്ക് ചെയ്തെല്ലാം സെറ്റാക്കി വെക്കണം. അപ്പോൾ അതൊക്കെ ഞാനെടുത്ത് മാറ്റാണ്. അങ്ങനെ ഡൈനിങ് ടേബിളിൽ കുറേ അതും ഇതൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി സെറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ വീട്ടിൽ ഞാനാണ് അതിൽ ഏറ്റവും മുൻകൈ എടുക്കണം. കാരണം എനിക്കാണല്ലോ, ഞാൻ ആദ്യം പറഞ്ഞില്ല എനിക്കിഷ്ടം എന്ന്. അതുകൊണ്ട് ഞാനവിടെ എന്തെങ്കിലുമൊക്കെ കിടക്കണ കണ്ട അതൊക്കെ എടുത്ത് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ബാക്കിയുള്ളവരും ഒതുക്കണില്ല ഞാൻ പറയില്ല, പക്ഷേ കൂടുതൽ എനിക്കാണ് അത് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ്. ബാക്കിയെല്ലാവർക്കും അത് നിർബന്ധമൊന്നുമില്ല, അതൊക്കെ അങ്ങനെ ഇരുന്നാലും വലിയ പ്രശ്നമില്ലാത്തവരാണ് അവിടെ ഇരിക്കുന്നത്. ബേസിക്കായിട്ട് ഒരു ഒതുക്കിയൊക്കെയാണ് ഇരിക്കാറ്. പിന്നെ മക്കളുടെ റൂമിൽ പിന്നെ പറയണ്ടല്ലോ, അവർ ഓരോന്നൊക്കെ എടുത്തെടുത്ത് അവിടെ അങ്ങനെ എന്താ പറയുക, അവർ ക്രാഫ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. കാരണം ഈ പറഞ്ഞ പോലെ റൂം കുറേ കഴിയുമ്പോഴേക്കും കലങ്കോലാവും. പിന്നെ അവർ തന്നെ അത് അവർ പറ്റണ പോലെ ഒതുക്കി വെക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം പാക്ക് ചെയ്ത് വെക്കുകയാണ്. കാരണം നമ്മളത് എല്ലാ കൊല്ലവും നല്ല ഭംഗിയിൽ എടുത്ത് വെച്ചാലാണ് അടുത്ത കൊല്ലം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ കേടാവും. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം എടുത്ത് മാറ്റി ഓരോന്നും കവറിലാക്കി സെറ്റാക്കി വെക്കുകയാണ്.
അപ്പോൾ അടുത്ത വർഷം ഇതിങ്ങനെ എടുക്കുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം ഒന്നും കേടാവാതൊക്കെ നന്നായിട്ട് ഇരിക്കലാണ് ഒരു സാറ്റിസ്ഫാക്ഷനാണ്. കാരണം അത് കുറേ നാളായിട്ട് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ കുഞ്ഞു സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ വന്ന ശേഷം എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം ഇങ്ങനെയുള്ള കുറേ കുഞ്ഞു സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റി, വീട്ടിൽ വെക്കാൻ പറ്റി. കാരണം എൻ്റെ ഒരു ഡ്രീമായിരുന്നു ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ വീട് അലങ്കരിക്കുന്നതും ഐറ്റംസൊക്കെ കേട്ടോ. പക്ഷെ ഇപ്പം ഞാൻ അധികം അങ്ങനെ കുറേ മേടിക്കാറില്ല. കാരണം ഇപ്പോൾ ഓൾറെഡി കുറേയൊക്കെ ഉണ്ട് കയ്യിൽ, ഇതൊക്കെ മതി. പിന്നെ വെക്കാൻ വേറെ സ്ഥലമില്ല. അപ്പോൾ അതായത് റൂമിൽ വെക്കാൻ അങ്ങനെ ഒരുപാട് ഐറ്റംസാണ് വെക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ തീരെ ഡെക്കറേഷൻ ഐറ്റംസ് മേടിക്കാറുമില്ല. അതുപോലെ ക്രാഫ്റ്റ് ഐറ്റംസ് പോലത്തെ ഉണ്ടാക്കിയിട്ടും വെക്കാറില്ല. കാരണം കുറേ ആകുമ്പോൾ നമ്മുടെ റൂം ഓൾറെഡി കുറേ സാധനങ്ങളുണ്ട്, അതിൻ്റെ ഇതൊക്കെ കൂടെ വെച്ചാകെ വൃത്തികേടാവും. അപ്പോൾ നമ്മുടെ സ്പേസ് ഉള്ള സ്പേസ് കൂടുതൽ ചെറുതായി പോകും നമ്മൾ കുറേ ഐറ്റംസ് കൊണ്ട് നിറയ്ക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അധികം അങ്ങനത്തെ ക്രാഫ്റ്റും അതുപോലെ ഡെക്കറേഷൻസ് ഒന്നും മേടിക്കാറില്ല. ഈ ഒരു ബാഗിൻ്റെ ഉള്ളിലാണ് ഇതെല്ലാം ഒതുക്കി വെക്കുന്നത്, കവറിലാക്കിയിട്ട് ഇതെല്ലാം പാക്ക് ചെയ്ത്. ഇപ്പോൾ ഗ്ലാസിൻ്റെ ഒക്കെ ആണെങ്കിൽ പേപ്പറിൽ കവർ ചെയ്തിട്ട് അങ്ങനത്തെയൊക്കെ വെക്കും. ബാക്കിയെല്ലാം ഞാൻ ഈ ബാഗിലാക്കി അതിന് മുകളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ക്രിസ്മസ് ഡെക്കറേഷൻസ്. അപ്പോൾ ഓണത്തിന് വയ്ക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഓരോത്തിനുള്ള ഡെക്കറേഷൻസൊക്കെ ഇങ്ങനെ ബാഗിലാക്കി എടുത്ത് വെക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒതുക്കിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ദിവസം പരമാവധി രാവിലെ തന്നെ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനിന്ന് എളുപ്പത്തിലുള്ള കറിയും കാര്യമൊക്കെ ഉണ്ടാക്കിയുള്ളൂ. കാരണം വയ്യാത്ത കാരണം ഈസി ആയിട്ട് ഓരോന്നൊക്കെ ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ചേട്ടൻ തന്നെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ഇന്നത്തെ രാവിലത്തെ എൻ്റെ പണികളൊക്കെ അവസാനിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ അതൊക്കെ വേഗം അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ എല്ലാം കൂടി ഒരു ദിവസം ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാൻ ഈ പണികളൊക്കെ രാവിലെ തൊട്ട് ഉച്ച വരെ കുറച്ച് പണികളും പിന്നെ ഞാൻ ഒരു 4 മണിക്ക് ശേഷം ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ടാണ് ബാക്കി പണികൾ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇത്തിരി വയ്യായി ഉണ്ടെങ്കിലും നമുക്ക് റെസ്റ്റ് എടുത്ത് സമാധാനമായിട്ട് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ നോക്കുമ്പോൾ വെച്ചാൽ അടുത്ത ദിവസം ആകുമ്പോൾ നമുക്ക് പിന്നെയും വയ്യാണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ബെഡ്റൂമും പിന്നെ ലിവിങ് ഏരിയ ഒക്കെ സാവധാനത്തിൽ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ച കഴിഞ്ഞിട്ടാണ് ബാക്കി പണികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്ന കുഷൻ കവേഴ്സ് എല്ലാം വാഷ് ചെയ്യാനിട്ടു. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ കുഷൻ കവേഴ്സൊക്കെ പുതിയതെല്ലാം ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനത് മാറ്റണതിൻ്റെ ഒരു റീസൺ വേറെ കാര്യം കൂടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ തണുപ്പും ക്ലൈമറ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ചുമ തുമ്മൽ ഇതൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ കുറേ ഡെക്കറേഷൻസ് അവിടെ വെച്ച് കഴിയുമ്പോൾ അതുമൊക്കെ പൊടി പിടിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ ക്രിസ്മസിന് വെച്ചതല്ലേ, അപ്പോൾ 1-ാം തീയതി വെച്ചതുകൊണ്ട് തന്നെ ഇത്രയും ദിവസം ഇരുന്ന് പൊടിയും കാര്യമൊക്കെ അത് മൈൻഡ്. അപ്പോൾ അത് നമ്മൾ ഇനി കൂടുതൽ ദിവസം വെച്ചാൽ അതുമൊക്കെ പൊടിയാകുമ്പോൾ കൂടുതൽ നമുക്ക് വയ്യായും. അപ്പോൾ ഇത് എത്രയും ബാഗ് എടുത്ത് മാറ്റിയാൽ അത്രയും നമുക്ക് ക്ലീൻ ചെയ്യാനും ഈസി ആയിരിക്കും ഐറ്റംസ് കുറഞ്ഞ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ എടുത്ത് മാറ്റിയത്. ഇനി ഇവിടെ ഈ ഒരു ഡൈനിങ് ഏരിയയുടെ സൈഡിലായിട്ട് ഇവിടെ ഒരു സോഫ ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ പഴയ സോഫയാണ്. അപ്പോൾ ഈ ഒരു സോഫയാമയും കൂടി ഞാൻ കുഷ്യൻസ് വെക്കുന്നുണ്ട്. അപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു ഈ ഒരു സോഫ എവിടെ നിന്ന് വാങ്ങിയത്. അത് പല വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ ചോദിച്ചാൽ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളറാണ് അതെല്ലാവർക്കും ഇഷ്ടപ്പെടാൻ കാരണം, ആ ഒരു പേസ്റ്റൽ കളർ. അപ്പോൾ ഈ ഒരു സോഫ ചേട്ടൻ പുറത്ത് വർക്ക് ചെയ്തിരുന്ന സമയത്ത് അവിടെ ചേട്ടൻ്റെ റൂമിൽ യൂസ് ചെയ്തിരുന്നതാണ് ഈ ഒരു 2 സോഫ. അപ്പോൾ ഞാൻ ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമ്മുടെ വീട്ടിലെ സോഫ ഈ ഒരു ബ്രൗൺ കളറുള്ള സാധാരണ പഴയ മോഡലായിരുന്നു, കുറേ വർഷമായതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നാട്ടിലേക്ക് വരുമ്പോൾ കൊടുത്തു വിട്ടാണെങ്കിൽ നമുക്കിത് ഇവിടെ യൂസ് ചെയ്യാമല്ലോ, ഹാളിലിടല്ലോ. അങ്ങനെയാണ് ആ സോഫ വന്നത് ഇവിടെ. അപ്പോൾ നല്ല സോഫയാണ്, നല്ല ഭംഗിയൊക്കെ കളറൊക്കെ നല്ലതാണ്. പക്ഷേ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. എനിക്ക് അതിനെക്കാട്ടും ഇഷ്ടം ഈ ബ്രൗൺ സോഫയാണ്. കാരണം അത് ഒട്ടും കെയർ കൊടുക്കേണ്ട ഒരു ആവശ്യമേ ഉണ്ടായിരുന്നില്ല. നല്ല സുഖമാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ. പിന്നെ കളറായാലും കുഴപ്പമില്ല. പക്ഷേ മറ്റേത് ഒരു പേസ്റ്റൽ കളർ ആയതുകൊണ്ട് തന്നെ ഭയങ്കര പാടാണ് അതിൻ്റെ കളർ മെയിൻറ്റെയിൻ ചെയ്യാനും ക്ലീനിങ് ഒക്കെ ആയാലും. പെട്ടെന്ന് മുഷിയുന്ന മോഡലാണ്. നമുക്കത് വാഷ് ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. ഭയങ്കര പാടാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പഴയ സോഫയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. നമുക്ക് ഈസിയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ സോഫയൊക്കെ ഭയങ്കര പാടാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ. എനിക്കറിയില്ല, ഞാൻ പുതിയ വീടുകളിലൊക്കെ അങ്ങനത്തെ സോഫ കാണുമ്പോൾ വിചാരിക്കും ഇവരെങ്ങനെയാണ്. ഞാൻ ആദ്യം കുറേ തുണിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് വെച്ചിരുന്ന കേട്ടോ. പിന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഭയങ്കര പാടായി. കാരണം തുണി എടുത്ത് മാറ്റണം, പിന്നെ എപ്പോഴും അത് കാണുമ്പോൾ ഒരു വൃത്തികേടും. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ അപ്പോൾ തുണി അത് വിരിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഇപ്പോൾ ഇത്തിരി വലുതായാലും മക്കൾ, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും ഭയങ്കര പാടാണ്. ഈ പഴയ സോഫയാണ് എനിക്ക് കൂടുതൽ ഇപ്പോൾ ഇഷ്ടം കേട്ടോ. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ഞാൻ മക്കളുടെ റൂമിലോട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ഒരു പ്രശ്നം വെച്ചാൽ ടേബിളുമ്പോൾ കുറേ അലങ്കോലമായിട്ട് എന്തൊക്കെയോ ഇട്ട് വെച്ചിട്ടുണ്ട്. ക്രാഫ്റ്റും കാര്യമൊക്കെ ചെയ്ത് അതിൻ്റെ ഒക്കെ എന്തോ എടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു ഇത് ഒതുക്കി കൊടുക്കണമെന്ന്, പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ടാന്ന്, അവരെന്നെ ഒതുക്കട്ടെ, എനിക്ക് വയ്യ. അപ്പോൾ ഞാനത് ഇട്ടിട്ട് പോന്നു. അപ്പോൾ അവരും പറയാറൊന്നുമില്ല കേട്ടോ എന്നോട് ഒതുക്കാനൊന്നും. പക്ഷേ എനിക്ക് ഇങ്ങനെ പറയില്ലേ, ഇങ്ങനെ വലിച്ചു വാരി കിടക്കണമെന്ന് ഒരു ടെൻഡൻസിയാണ് അത് ഒതുക്കാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, അവരെ ഒതുക്കട്ടെ. അപ്പോൾ ചേട്ടൻ്റെ വഴക്ക് പറയും, നീ എന്തിന് ഇങ്ങനെ കിടക്കണമെന്ന് എനിക്ക് ഒതുക്കാൻ പോകണേ, എന്നാലും അവരുടെ ഡ്യൂട്ടിയല്ല അവർ ചെയ്യട്ടെ എന്ന് പറയും. എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആട്ടോ ഒക്കെ ഓർഗനൈസ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പത്തിൽ അവർക്ക് വേണ്ടി ഞാൻ പുള്ളി ചെയ്തും കൊടുക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ അവർ വലിയ കുട്ടികളായില്ല. അപ്പോൾ അവർ ചെയ്യണ പോലെ ചെയ്യട്ടെ, നീ എന്തിനെപ്പോഴും പോയി അത് ഒതുക്കി വയ്ക്കണേന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ എന്താ പറയുക, അവരതിൽ ഓക്കെയാണ്, അവർക്ക് അങ്ങനെ അതിരുന്നാലും പ്രശ്നമൊന്നുമില്ല. എനിക്കാണ് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ എടുത്ത് വയ്ക്കാൻ ഇഷ്ടം. അങ്ങനെ എനിക്ക് ചെയ്യാനുള്ള എൻ്റെ ക്ലീനിങ് ജോലികളെല്ലാം കംപ്ലീറ്റ് ആയി. ഞാൻ പോയി ഫ്രഷൊക്കെ ആയിട്ട് വന്ന് കിച്ചണിലോട്ടൊന്ന് പോയിരിക്കുകയാണ്. അതേ ചേട്ടൻ ഇവിടെ വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മുടെ ക്രിസ്മസ് ക്രിബിലെ രൂപങ്ങളെല്ലാം എടുത്ത് പാക്ക് ചെയ്തൊക്കെ വെക്കുകയാണ് കേട്ടോ. ഇതെല്ലാം സൂക്ഷിച്ച് ഇതുപോലെ വെച്ചാലാണ് നമുക്ക് വർഷം ഇതൊക്കെ ഇങ്ങനെ വെക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വർഷം പുതിയ രൂപങ്ങളാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം നമ്മൾ എടുത്ത് വെക്കുകയാണ്.
ഈ പറഞ്ഞ പോലെ ക്രിസ്മസ് ക്രിബ് ഉണ്ടാക്കുന്ന സമയത്ത് എന്തോരം ബുദ്ധിമുട്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തത് ഞാൻ അങ്ങനെ ഓർക്കൂട്ടോ. പക്ഷേ എടുത്ത് വെക്കാനായിട്ട് എന്ത് സിമ്പിളല്ലേ, ചെയ്യണ പോലെയല്ല. നമ്മളിപ്പോൾ ഓണത്തിന് പൂക്കളം ഇടുന്ന അവസ്ഥ തന്നെയാണ്. അത് ചെയ്യുന്ന സമയത്ത് ഭയങ്കര പാടായിരിക്കും, എന്നാൽ കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ക്ലീനിങ്ങോ 1 മിനിറ്റ് കൊണ്ട് കഴിയുമെന്ന് പറഞ്ഞാൽ വരുത്തിയ അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, എല്ലാം എടുത്തിനി നമ്മൾ ക്രിസ്മസ് ക്രിബിൻ്റെ പിന്നെ ഒരു കുഴപ്പം, നമ്മളിതെല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം അടുത്ത വർഷത്തേക്ക് ആവശ്യമുണ്ടെങ്കിൽ. ഞാൻ ഏകദേശം ഒരു 3 മണിക്കൂർ എടുത്ത് ചെയ്ത പണികളാണ് ഈ ഒരു 10 മിനിറ്റ് വീഡിയോയിലാക്കി ചുരുക്കി കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.